ക്ഷേത്രങ്ങളിൽ പണം കുമിഞ്ഞുകൂടിയാൽ ഹിന്ദുക്കൾക്ക് വല്ല ഗുണമുണ്ടോ? അതിനെ പറ്റുമെന്ന് പറയാമോ? ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിൽ പണം കുമിഞ്ഞുകൂടിയാൽ പട്ടിക്ക് മുഴം തേങ്ങ കിട്ടണ മാതിരിയാണ്. ഒരു സാധാരണക്കാരനായ ഹിന്ദു ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 20,000 രൂപയെങ്കിലും ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കോടികളുണ്ടായിട്ടും ഹിന്ദു കുട്ടികൾക്ക് വേണ്ടി ആവശ്യമുള്ള സ്കൂളോ കോളേജോ മെഡിക്കൽ കോളേജോ ഇതുവരെ ഇവർക്ക് പണിയാൻ കഴിഞ്ഞോ? അതിനുവേണ്ടി ക്രിസ്ത്യാനികൾ അവർക്കൊരു പള്ളി ഉണ്ടെങ്കിൽ ഒരു പള്ളിക്കൂടമുണ്ട്. അപ്പോൾ പാസ് മാർക്ക് ഉണ്ടായാലും മതി. മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, ഒരു അച്ഛൻ്റെ ലെറ്റർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ സീറ്റ് കിട്ടും. അതിനുവേണ്ടി നമ്മുടെ കുട്ടികൾക്ക് എത്ര മാർക്ക് ഉണ്ടായാലും കിട്ടിയ സ്കൂളിൽ പോയി പഠിക്കേണ്ട ഗതികേടാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെ 95% മാർക്ക് ഉണ്ടായിട്ടും നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാത്ത ഹിന്ദു കുട്ടികൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അതിൽ 3-4 നിലവറകളുണ്ട്. അതൊന്ന് തുറന്ന് കാണാനുള്ള ഒരു അവകാശം പോലും ഹിന്ദുവിനില്ല. നിലവറ പൂട്ടി വെച്ച് അവസാനം പൂച്ചയ്ക്ക് എലിയെ വളർത്താൻ കൊടുത്ത അവസ്ഥയാകും. എനിക്ക് ദേവസ്വം ബോർഡിനോടാണ് പറയാനുള്ളത്, ഇന്നല്ലെങ്കിൽ നാളെ പ്രളയം വന്നോ കടലെടുത്തോ ഈ സ്വത്ത് മുഴുവൻ നശിവും. അതിനു മുന്നേ ഒരു മ്യൂസിയം പണിത് ഈ സ്വത്ത് മുഴുവൻ പ്രദർശിപ്പിച്ചാൽ ജനങ്ങൾക്ക് ഇതൊക്കെ കാണും ചെയ്യാം, ദേവസ്വം ബോർഡിനൊരു വരുമാനമാവുകയും ചെയ്യും. ജയ് ഹിന്ദ്.